മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആളുടെ കൈ പിടിച്ച് തനിക്ക് നേരെ പിടിച്ചു നിർത്തി. നിന്നെ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല ഞാൻ. ഒരാഴ്ചത്തോളമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. വല്ലാത്തൊരു മാറ്റം. എന്താടി നിനക്ക്? എനിക്കൊന്നുമില്ല അമ്മേ. കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. അറിയാതെ പറ്റിപ്പോയതാ എൻ്റെ കയ്യിൽ നിന്ന്. അതോർത്തിട്ട് നീ അതോർത്ത് ടെൻഷനാവുന്ന എന്തിനാടി? ആ സ്ത്രീ ചത്താരെന്ത് ചത്തില്ലേരെന്ത്? നീ ഇപ്പോൾ ഒന്നും ഓർത്ത് ടെൻഷനാവണ്ട. കുടിക്ക്. അമ്മേ എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ഇത് കുടിക്ക് സൗഗന്ധി. നിനക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നാ ഞാൻ. സൗഗന്ധി അവരെ നോക്കിക്കൊണ്ട് ഒരു മുഷിച്ചിലൂടെ ആ ജ്യൂസ് വാങ്ങി കുടിച്ച് മുഴുമിക്കും മുമ്പേ ഗ്ലാസ് തിരികെ കൊടുത്ത് വാപ്പുത്തി വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിലെ സംശയത്തോടെ അവൾ ഓടിപ്പോയ വഴിയെ നോക്കിയെന്നു മാലിനി. അല്പനേരം കഴിഞ്ഞ് ഛർദ്ദിച്ചൊരു തളർച്ചയോടെ പുറത്തേക്ക് വരുന്ന സൗഗന്ധിയുടെ മുന്നിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കയറി നിന്നു മാലിനി. നിനക്ക് ശരിക്കും എന്ത് ടെൻഷനാണടി? മുന്നിൽ വന്ന് ചോദിക്കുന്ന മാലിനിക്ക് മുഖം കൊടുക്കാതെ മാറിയുന്നതും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. സൗഗന്ധി, ഞാൻ നിന്നോടാ ചോദിച്ച്. നിന്നെ പോലെ ഞാനൊരു പെണ്ണ് തന്നെയാ. ഈ മാറ്റം മനസ്സിലാക്കാൻ കഴിയാത്തവളല്ല ഞാൻ. എന്റെ മുഖത്തേക്ക് നോക്ക്. സത്യം പറ, നിനക്കെന്താ? നീ പ്രഗ്നന്റ് ആണോ? തെളിയ സംശയത്തോടെ ചോദിക്കുന്ന മാലിനിയെ കാണെ ആകെ വിളറി വെളുത്തവരുടെ മുഖത്തേക്ക് നോക്കി അവൾ. സൗഗന്ധി, നിന്നോടാ ചോദിച്ച്. നീ പ്രഗ്നന്റ് ആണോ? ഒരു പരിങ്ങലോടെ തലതാഴ്ത്തി അതേ നിറത്തിൽ മറുപടി നൽകിയതും കണ്ണുമിഴിച്ച് അവളെ നോക്കി നിന്നു മാലിനി. ഒരു നിമിഷത്തെ പകപ്പ് മാറിയതും മാലിനി അവിടെ ഇരു ഷോൾഡറിലും പിടിച്ചു. സൗഗന്ധി, നീ ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞോ? അവിടെ ആരോടെങ്കിലും? ഇല്ലമ്മേ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ഈശ്വര, ഭാഗ്യം. തൽക്കാലം ഇപ്പം ഇത് ആരും അറിയണ്ട. ഞാൻ നീരവിനോട് കൂടെ ഒന്ന് സംസാരിക്കട്ടെ. പറഞ്ഞുകൊണ്ട് മാലിനി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരു തളർച്ചയോടെ സൗഗന്ധി ബെഡിലേക്ക് ഇരുന്നു. എന്നത്തെയും പോലെ ഒരാഴ്ച കടന്നുപോയി. ഇന്നാണ് കുഞ്ഞിനെ പേരിടുന്ന ചടങ്ങ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തലേ ദിവസം തന്നെ തുടങ്ങിയിരുന്നു. രാവിലെ തന്നെ നിധിയെയും കുഞ്ഞിനെയും എല്ലാം ഒരുക്കി നിർത്തി. കുഞ്ഞു മുണ്ടുമുടുത്തുറങ്ങുന്നവനെ ശങ്കരനും ശരണിയും ഉണരുന്നു നോക്കി കാത്തിരിക്കുന്നുണ്ട്. എവിടെ ആശ നല്ല ഉറക്ക? ചക്ക എണീക്കണ. എന്റെ ശങ്കര, അതവിടെ കിടന്നോട്ടെ. രാത്രി ഒരുപാട് ഉറങ്ങത്തില്ല. അപ്പം ഈ ചേച്ചി ഇങ്ങനെ രാത്രി ഒന്നും ഉറങ്ങുന്നേ? അതിന് കുഞ്ഞിനെ നോക്കുന്ന അവളാണ്. പാവന്റെ അശോക് മോന്. ഇവൾക്ക് ഉറങ്ങാൻ വേണ്ടി നേരം പുലരും വരെ അതിനെടുത്തുകൊണ്ട് നടക്കും. ഞാനോ മുത്തശ്ശിയോ ചെന്നാൽ പോലും കുഞ്ഞിനെ തരില്ല. നിങ്ങൾ പോയി കിടന്നോന്നേ പറയും. ദുർഗ പറയുന്നവൾക്ക് നിധി ഒരു പുഞ്ചിരിയോടെ ഒന്നറിയാതെ ഉറങ്ങുന്നവനെ നോക്കിയും തലോടി. ബന്ധുക്കളും അരുണൊഴികെ നിധിയുടെ ബാക്കി കൂട്ടുകാരും എല്ലാം എത്തിയതും ചടങ്ങുകൾ ഓരോന്നും തുടങ്ങി. പൂജ ആരംഭിച്ചു. ഗണപതി പൂജയും മറ്റ് ദേവതകളുടെ നാമസ്മരണയും നടന്നു. മണിയുടെ നാദവും മന്ത്രോച്ചാരണവും ചേർന്ന് വീട്ടിലൊരു ആത്മീയം നിറഞ്ഞ അന്തരീക്ഷം പടർന്നു. എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിച്ചു, കുഞ്ഞിന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി. ശേഷം പ്രത്യേകം ഒരുക്കി ഇരിപ്പിടത്തിൽ നിധിയും അശോകും ഒരുമിച്ചിരുന്നു. കുഞ്ഞിനെ അരുന്ധതി അശോകിന്റെ കൈകളിലേക്ക് വെച്ച് കൊടുത്തു. നേരത്തെ തന്നെ കുഞ്ഞിന് വേണ്ട പേര് അശോക് നിധിയും ചേർന്ന് കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് കൂടുതൽ ചർച്ച കേൾക്കാതെ അവൻ കുഞ്ഞിന്റെ ചെവിയോട് ചേർന്ന് 3 പ്രാവശ്യം പതിഞ്ഞ സ്വരത്തിൽ പേര് വിളിച്ചു. ആർവിൻ വീരജ് ഗുപ്ത. എല്ലാവരോടും പേര് പറഞ്ഞ് വിളിപ്പേരായി ആർവി എന്നും വിളിക്കാൻ തുടങ്ങി. മുത്തശ്ശി ആരതി എടുത്ത് ഒഴിഞ്ഞ് കുഞ്ഞിനെ എല്ലാവർക്കും കാണിച്ചു. ഓരോരുത്തരുടെയും കയ്യിലെടുത്ത് ഓരോ സമ്മാനങ്ങൾ കൈമാറി. ആളും ബഹളുമായി അസ്വസ്ഥതയോടെ ആർവി കരയാൻ തുടങ്ങിയതും നിധി അവനെ എടുത്ത് മുറിയിലേക്ക് പോയി. പാൽ കൊടുത്ത് അവനെ ഉറക്കി കിടത്തി എണീറ്റതും അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വന്ന അശോക് ഡോർ ലോക്ക് ചെയ്ത് അവൾക്കടുത്തായി വന്നിരുന്നു. എന്റെ അശോക്, ഇതും എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നോ? ഞാനങ്ങ് വരില്ലേ? അവിടെ ആകെ ആളും ബഹളമാണ്. നീ അതിനിടയ്ക്ക് മര്യാദക്കൊന്നും കഴിക്കില്ല. ഇരിക്കെ, ഇത് കഴിച്ച് കുറച്ചു നേരം കിടക്ക്. ഇത്രയും നേരം ബന്ധുക്കളെല്ലാം കണ്ടില്ലേ? ഇനി ഇതും കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുക. വാ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് സെറ്റിയിലേക്ക് ഇരുത്തി അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി. അശോകിന്റെ മുഖത്തേക്ക് നോക്കുന്തോറും സന്തോഷം കൊണ്ട് അവിടെ മിഴികൾ നിറഞ്ഞു തൂവിയിരുന്നു. ഏകദേശം എല്ലാ ബന്ധുക്കളും പോയ ശേഷമാണ് ദുർഗയും സത്യനും ദേവനും അവന്റെ അച്ഛനും അമ്മയെല്ലാം പോവാനിറങ്ങിയത്. ആർവിയെ വാരിപ്പുറന്ന് ചുംബിക്കും ദുർഗയെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്ന് നിധി. നിന്റെ മോന്റെയും കൂടെ നിന്നിട്ട് കൊതി തീർന്നിട്ടില്ല മോളെ. നാളെ ഇവർക്ക് കോളേജ് തുറക്കും. അപ്പം ഞാനില്ല, ഞാൻ ശരിയാവില്ല. അതുകൊണ്ടാ നിന്നെയും കുഞ്ഞിനെയും കൊണ്ട് പോവാന്ന് കരുതിയാൽ അശോക് അതിന് സമ്മതിക്കില്ല. ഇത്രയും ദിവസം ഞാനുണ്ടായിരുന്നു. ഇനി ഏതിനും ഒറ്റയ്ക്ക് ചെയ്യാനും പിടിക്കാനും നിൽക്കരുത്. സ്റ്റിച്ചൊന്നും ഉണങ്ങിയിട്ടില്ല. ആ ബോധം എപ്പോഴും വേണം. നല്ലപോലെ റെസ്റ്റ് എടുക്കണം. പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എനിക്കറിയാം അമ്മായി ധൈര്യമായിട്ട് പോയിക്കോ. അശോകിനെ ഒന്ന് ഇറങ്ങാൻ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ അമ്മായിക്ക്? ഇല്ല മോളെ, അറിയാം. എന്നാലും പ്രസവം കഴിഞ്ഞ് നിന്നെയും കുഞ്ഞിനെയും നോക്കണം നിന്റെ ആഗ്രഹമായിരുന്നു. അതിനല്ല ഈ കഴിഞ്ഞ 2 ആഴ്ചയോളം നീ ഇവിടെ നിന്ന്. ഇനിയിപ്പം നിനക്ക് എപ്പോൾ വേണമെന്ന് വെച്ചാൽ അപ്പോൾ നീ ഇങ്ങോട്ട് വന്നോന്റെ ദുർഗേ. അതിനിങ്ങനെ കരഞ്ഞ് മോളെയും കൂടി വിഷമിപ്പിക്കാണ്ട്. സത്യൻ ദുർഗയെ നോക്കി പറഞ്ഞു. ദുർഗ സത്യനെയും തുറച്ചു നോക്കി. അതിന് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ മനുഷ്യ? അല്ലെങ്കിൽ എനിക്കറിയാം ഇങ്ങോട്ട് വരാൻ. എന്റെ ദുർഗെ, നിനക്ക് എപ്പോൾ വേണേലും വന്ന് നീ ഇങ്ങോട്ട് വരുമ്പോൾ ശങ്കരനെയും ശരണിയും അങ്ങോട്ട് വീട്ടിലേക്ക് ആക്കിയാൽ മതി. ഞാൻ നോക്കിക്കോളാം.
ലക്ഷ്മി ഒരു ചിരിയോടെ പറഞ്ഞു. ശരണ്യ ഒരു കള്ളച്ചിരിയോടെ ദേവനെ നോക്കി. ആൾ ഈ ലോകത്തൊന്നുമല്ല, ഫോണിൽ നോക്കി നിൽപ്പാണ്. എന്നാ അമ്മ ഇപ്പൊ കൂടെ വരണ്ട, ഞങ്ങൾ ലക്ഷ്മി അമ്മയുടെ കൂടെ പൊയ്ക്കോളാം. ശരണ്യ ദുർഗയെ നോക്കി പറഞ്ഞു. അത്രയും നേരം ഫോണിൽ നോക്കുന്ന ദേവൻ അവളിൽ നിന്ന് കനപ്പിച്ച് നോക്കി. അവന് നോക്കിയൊരു വിളറിയ ചിരി നൽകി തിരിഞ്ഞതും അവൾ അടിമുടി നോക്കുന്ന ദുർഗയെ കാണി. അല്ല, ഞാൻ അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞ അമ്മേ. നീ എന്റെ സങ്കടം വല്ലാണ്ടങ്ങ് അളക്കല്ലേ മോളെ. എന്താ ഞങ്ങൾ ഇറങ്ങുക, ഞാനിനി പറ്റുന്ന പോലെ വരാം. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചേക്കണേ. ശരി അമ്മായി. ഒരു പുഞ്ചിരിയോടെ ദുർഗയെ ഇറുകെ പുണർന്നു നിധി. അധികം വൈകാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരും കൈലാസത്തിൽ നിന്നും പുറപ്പെട്ടു. എന്റെ സൗഗന്ധി, ദേ നീ ഇതെന്ത് ഭാവിച്ച? അവിടെ ഇത്രയും ചടങ്ങും കാര്യങ്ങളും നടന്നിട്ട് നീ ഒന്നും വന്നുപോലും നോക്കിയിട്ടില്ല. ദേ വെറുതെ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എത്രയ്ക്കായാലും ആ കുഞ്ഞിനെങ്കിലും കാണാൻ വന്നു നീ. എൻ്റെ അമ്മേ ഒന്ന് പോയേ, എനിക്കിപ്പോൾ ആരെയും കാണണ്ട. എന്നാ പിന്നെ നീ ഇതിനകത്ത് എന്നെ അടയിരിക്ക്. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മാലിനി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 2 ദിവസം കടന്നുപോയി. ദുർഗ പോയതും അശോകില്ലാത്ത സമയം രേണുകയോ മുത്തശ്ശിയോ അല്ലെങ്കിൽ വീട്ടിലാരിക്കയായി നിധിക്ക് വല്ലപ്പോഴും കൂട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ താൻ ഗർഭിണിയാണെന്ന് മറ്റുള്ളവർ അറിയാതെ മറച്ചു വെക്കാൻ സൗഗന്ധി വല്ലാതെ പാടുവിടുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് കയറാൻ നേരമാണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. പിടിച്ചു കുലുക്കിയതുപോലെ ഒരു നിമിഷം നിന്നുപോയവൾ. നിധിയും കുഞ്ഞും ഹോസ്പിറ്റലിൽ തിരികെ വന്നിട്ടും ഈ നിമിഷം വരെ ആ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ അടുത്തേക്ക് ചെന്നിട്ടില്ല താൻ. ചുറ്റും നോക്കി ആരെയും കാണുന്നില്ലെന്ന് കണ്ടതും പതിയെ നിധി കിടക്കുന്ന മുറിയുടെ അടുത്തേക്ക് ചെന്നു. ഡോർ തുറന്ന് ആ മുറിയൊന്ന് കണ്ണോടിച്ചു. ആരെയും കാണുന്നില്ല. ബാത്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. നിധി അവിടെയാണെന്ന് മനസ്സിലായതും ബെഡിൽ കിടന്ന് കരയുന്നവനെ നോക്കി അടുത്തേക്ക് ചെന്നു. കരഞ്ഞ് കൈകാലുകളിട്ട് അടിക്കുന്നവനെ നോയിക്കൊണ്ട് പതിയെ അവനെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം കരച്ചിൽ നിർത്തി തന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന ആർവിയുടെ മുഖം കാണെ അറിയാതെ അവളുടെ ചൊടിയിലൊരു പുഞ്ചിരി വീണു. പതിയെ അവന്റെ നെറ്റിയിൽ തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചതും അവന്റെ മൃദുലതയറിയെ കൈവിട്ടുപോയ മനസ്സ് തിരിച്ചു കിട്ടും പോലെ അല്പനേരം അവർ തന്നെ മാറോട് ചേർത്ത് പിടിച്ച് അവന്റെ കൈകളിലും കാലിലെല്ലാം തൊട്ടും തലോടിയും ഇരുന്നു. പതിയെ കണ്ണുകളടച്ച് ഉറക്കത്തിലേക്ക് മയങ്ങുന്നവനെ കാണെ ഒരു പുഞ്ചിരിയോടെ അവന്റെ കവിളിലും തലോടി മുന്നോട്ട് നോക്കിയതും ബാൽക്കണി ഡോറിനടുത്ത് കൈകൾ പിണച്ചു കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന അശോകിനെ കാണെ ഒരു പിടപ്പോടെ ആർവിയെയും കൊണ്ട് എണീറ്റു. അവനെ നോയിക്കൊണ്ട് പതിയെ അവന്റെ അടുത്തേക്ക് നിന്ന് കുഞ്ഞിനെ അവന്റെ മുന്നിലേക്ക് നീട്ടി. അശോക് അവളെ നോയിക്കൊണ്ട് ആർവിയെ തന്റെ കൈകളിലേക്ക് വാങ്ങി. സൗദി. അശോകിനെ നോക്കാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന അവളെ പുറകിൽ നിന്ന് വിളിച്ചു അശോക്. അവന്റെ വിളിയിൽ തലതാഴ്ത്തി നിന്നല്ലാതെ അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല അവൾ. നിന്റെ തീരുമാനം എന്താ സൗഗന്ധി? അവനിനി നിന്നെ തേടി കൈലാസിന്റെ പടികൾ കയറുന്ന എനിക്ക് തോന്നുന്നില്ല. നിന്റെ അഹങ്കാരത്തിന് വാശിക്ക് മുമ്പിൽ തകർന്നു പോകുന്നു നിന്റെ ജീവിതമാണെന്ന് ഒരിക്കലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഈ ചെയ്യുന്നല്ല എന്നെ നേടാനാണെങ്കിൽ അത് വെറുതെയാ. ഈ അശോകിന്റെ മനസ്സ് അന്നും ഇന്നും എന്നും ഒന്നിൽ മാത്രമേ അലിഞ്ഞ് ചേർന്നിട്ടുള്ളൂ, എന്റെ നിധിക്ക് മുമ്പിൽ. അവിടേക്ക് നിനക്കെന്നല്ല ആർക്കും സ്ഥാനമില്ല. ദാ എന്റെ കയ്യിലിരിക്കുന്ന ഇവന് പോലും പണവും പ്രശസ്തിയും അല്ല, മറിച്ച് ഒരാളെ ജീവനതുല്യം സ്നേഹിക്കാനുള്ള മനസ്സ്, അതാ വേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന. അരുൺ, ഞാൻ കണ്ടവരിൽ ഏറ്റവും നല്ല വ്യക്തിയാവൻ. അമ്മയും സഹോദരിയും കൂട്ടുകാരെല്ലാം നല്ല മനസ്സോടെ സ്നേഹിക്കാൻ കഴിയുന്നവൻ. അവനൊരിക്കലും അവന്റെ ഭാര്യയെ സ്നേഹിക്കാത്തവനോ പരിഗണിക്കാത്തവനോ ആവില്ല. എന്നാലും എന്താ വേണ്ടെന്ന് എനിക്ക് തീരുമാനിക്കാം. ഇനി അവന്റെ ജീവിതം നിനക്ക് വേണ്ടി നശിപ്പിക്കാൻ കഴിയില്ല. സൗഗന്ധി അശോകിന്റെ മുഖത്തേക്ക് മിഴികൾ പായിച്ചു. അവൾ പോലും അറിയാതെ നിറയുന്നവളുടെ മിഴികൾ കാണെ സംശയത്തോടെ അവന്റെ മിഴികൾ കുറുകി. ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നവളിലേക്ക് മിഴികൾ പായിച്ചു നിന്നു. മുറിയിലെത്തിയത് ഒരു പ്രതിമ പോലെ മുന്നിൽ കാണുന്ന കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്ന് തന്നെ ഒന്ന് കണ്ണോടിച്ചു. പതിയെ അവളുടെ കൈകൾ ഉദരത്തിലേക്കൊന്ന് പൊതിഞ്ഞു പിടിച്ചു. കണ്ണിലിപ്പോഴും ആർവിയുടെ പുഞ്ചിരി കാണും തോറും ഉള്ളിലൊരു കുളിർമ വന്ന് മൂടും പോലെ. പെട്ടെന്ന് ഡോർ തുറന്ന് മാലിനി അകത്തേക്ക് വന്ന് ഡോറടച്ച് കുറ്റിയിട്ടു. എന്റെ മോളിങ്ങനെ വിഷമിക്കേണ്ട, ദേ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. മോളിങ്ങ് വാ, ഞാൻ പറയട്ടെ. പറഞ്ഞുകൊണ്ട് മാലിനി സാഗുന്നിന്റെ കൈ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. ദേ ഞാൻ പറയുന്ന മോൾക്ക് ചിലപ്പോൾ സങ്കടാവുന്നൊക്കെ എനിക്കറിയാം. എന്നാലും ദേ നമ്മൾ കരുതിയ പോലെ നടന്ന എൻ്റെ മോള് ആ നിധി എന്ന് പറയുന്നവളേക്കാൾ കോടീശ്വരിയാവും. സാഗുന്യ ഒന്നും മനസ്സിലാവരെ ഉറ്റുനോക്കി. ദേ മോളെ, അശോകിനി ഇനി ഒരിക്കലും നിനക്ക് കിട്ടില്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാ. ഇനിയിപ്പോൾ അവനെ നേടാൻ അവളെ കൊല്ലണം നേർത്തിയാ സത്യം പറയാലോ എനിക്കോ നിന്റെ ഏട്ടനൊപ്പം അതിനുള്ള ധൈര്യമൊന്നുമില്ല. ആ സരസ്വതി എന്ന പേരും പറഞ്ഞ് ഈ വർഷത്രയും അവന്റെ കൂടെ നിന്ന ജാനകി അവൻ കൊന്നെങ്ങനെയാണെന്നറിയോ? ഹോ, അന്ന് ആ മുറിയിൽ നിന്ന് അവരുടെ തലച്ചോറ് പെറുക്കിയെടുത്തോണ്ടാ പോയത് പോലീസുകാർ. അവന് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇതേ ഇപ്പൊ തന്നെ 2 പേരെ കൊന്നിട്ടും പുഷ്പം പോലെ 2 ദിവസം കൊണ്ട് അവൻ തിരിച്ചിറങ്ങി. അപ്പൊ പിന്നെ ഇനി അവൾക്ക് പുറകെ പോയാ എന്റെ നിന്റെ ഏട്ടന്റെ അവസ്ഥ പറയണ മോളെ. സൗകര്യം ഒന്നും മിണ്ടാതെ മുഖം തിരിച്ച്. മാത്രമല്ല അവൻ അവനിനി നിന്നെ തെരഞ്ഞ് പടി കയറാൻ വരാൻ പോകുന്നില്ല. നിന്നോടുള്ള ദേഷ്യം കൊണ്ട് ആർവിയുടെ പേരുകൾ ചടങ്ങിന് പോലും അവൻ വരാഞ്ഞത്. അതുകൊണ്ട് അമ്മ നിന്നോട് മറ്റൊരു കാര്യം പറയാനാ വന്ന്. നിന്റെ ഏട്ടൻ എന്തോ ഒരു ഇല്ലീഗൽ ബിസിനസ് ചെയ്ത് അതിൽ കുടുങ്ങിക്കിടക്കുക. അവന് ഊരിപ്പോലെ 5 കോടി രൂപ വേണമെന്നാ പറയുന്നത്. ഇതെങ്ങാനും ഇവിടെ അറിഞ്ഞ അവസ്ഥ അറിയാലോ. എൻ്റെ അമ്മ പോലും സഹായിക്കില്ല. അശോക് അവൻ എന്തെങ്കിലും തരണമെങ്കിൽ അവനെ എല്ലാം ബോധിപ്പിക്കണം.
പിന്നെ നമ്മുടെ ഉള്ള സ്വത്തും കൂടെ വിറ്റാൽ നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല മോളെ. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ അമ്മേ? മോള് സഹായിക്കാൻ മോളെ കൊണ്ട് അതിനിപ്പോൾ സാധിക്കും. നിന്റെ ഏട്ടൻ്റെ ഒരു ബിസിനസ് പാർട്ണറുണ്ട്. ആളൊന്ന് കിട്ടിയ പെണ്ണിന്റെ സ്വഭാവം കൊണ്ട് ഒഴിവാക്കിയതാ. കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. എന്നാലും മോളെ ഒരു ശതകോടീശ്വരനാ. ഈ വയറ്റിൽ കുരുത്ത സാധനത്തിന് അങ്ങ് ആരും അറിയാതെ കളയാം നമുക്ക്. എന്നിട്ട് മോളെ അയാളെ വിവാഹം കഴിച്ചാതെ പിന്നെ നീ രാജകുമാരിയാ. മാലിയുടെ വാക്കൾ കാതിലേക്ക് തുളഞ്ഞേറിയതും ഒരു പിടപ്പോടെ ബെഡിൽ നിന്ന് എണീറ്റു സൗഗന്ധി. എന്താ നിങ്ങൾ പറഞ്ഞേ? എന്റെ കുഞ്ഞിനെ കൊല്ലാനോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത് പറയാൻ? ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കൊണ്ട് എന്റെ മുമ്പിൽ വന്നാലുണ്ടല്ലോ, എന്റെ കുഞ്ഞാ, അതിന് ഞാൻ നശിപ്പിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? പിന്നെ തന്തയില്ലാത്ത നീ ഇതിൽ വളർത്താൻ പോവാണോ? അതോ എല്ലാം പറഞ്ഞാൽ ദരിദ്രവാസിനും കൂടി ജീവിക്കാൻ പോവാണോ? നീ നിർത്ത്, ഇറങ്ങിപ്പോ. ചുമന്ന് കലങ്ങിയ മിഴികളോടെ അതിലുപരി ദേഷ്യത്തോടെ സൗഗന്ധി മാലിനിയെ പുറകിലേക്ക് തള്ളി. സൗഗന്ധി, നിനക്ക് എന്താടി? തളെ നിങ്ങളോട് ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞേ. എന്റെ മുന്നിലേക്കാനും വന്നാ കുത്തി കൊല്ലും ഞാൻ നിങ്ങളെ. പോ. തനിക്ക് നേരെ ദേഷ്യത്തോടെ ഉറഞ്ഞു കയറുന്നവളെ നോക്കി ഒന്ന് ഉമിനീരിറക്കിക്കൊണ്ട് മാലിനി ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അരുന്ധതിയെ കാണെ പതിയെ സൗഗന്ധിയെ നോക്കി ഒന്ന് പരുങ്ങിക്കൊണ്ട് മറികടന്ന് പോവാൻ തുടങ്ങിയതും മാലിനി ദേഷ്യത്തോടെയുള്ള വിളിയിലൊന്ന് പതിരിക്കൊണ്ട് നിന്നുപോയി മാലിനി. എന്താ അമ്മേ? നീയൊക്കെ ഒരു അമ്മ എന്നതിനപ്പുറം ഒരു സ്ത്രീയാണോടി. സ്വന്തം മകളുടെ കെട്ടുതാലി പൊട്ടിച്ച് അവൾക്ക് മറ്റൊരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതും അവിടെ വയറ്റു വളർന്ന കുഞ്ഞിനെ കൊല്ലാൻ നോയിക്കൊണ്ട്. അമ്മേ, ഞാൻ മിണ്ടിപ്പോയത്. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും പറയാ, നീ നശിപ്പിക്കാൻ നോക്കുന്ന നീ 10 മാസം ചുവന്ന് പ്രസവിച്ച നിന്റെ മകളുടെ ജീവിതമാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാ. മാലിയെ ദയിപ്പിക്കുന്ന നോട്ടം നോയിക്കൊണ്ട് മുത്തശ്ശി നേരെ സൗഗന്ധിയുടെ അടുത്തേക്ക് ചെന്നു. തലതാഴ്ത്തി നിൽക്കുന്നവളെ അടിമുടിയൊന്ന് നോക്കി അവർ. എന്താവുന്നു നിനക്ക് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കാര്യം എല്ലാവരോടും മറച്ചു വെച്ച് അറിഞ്ഞിട്ട് എന്ത് നേടി നീ നോക്ക്. നിന്റെ അമ്മയായി ഇവള് നിനക്ക് നല്ല പറഞ്ഞെന്ന് തിരുത്തിക്കൊണ്ട് വരുന്നതിന് പകരം അവള് ചെയ്ത എന്താ? നിന്നെക്കാൾ നിന്റെ ജീവിതം കൊണ്ട് നിന്റെ പണവും പ്രശസ്തിയും നേടണം. പണം, അവിടെ ആ പണം കൊണ്ട് നിന്റെ സഹോദരൻ ഉണ്ടാക്കിയ ബാധ്യത തീർക്കണം. ആ ചിന്തയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അയാളെ വേണ്ടെന്ന് തോന്നിയാ അപ്പൊ വേറെ കാശുള്ള ഒരുത്തിനെ ഇവർ വീണ്ടും മുന്നിൽ നിർത്തും. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ല നിനക്ക് സ്വയം ജീവൻ കൊടുക്കുന്ന. നിറഞ്ഞ മിഴികളോടെ സൗഗന്ധി മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി. നിന്നെ വേദനിപ്പിക്കാനോ നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടോ പറഞ്ഞതല്ല. പണവും സമ്പത്തും ഒന്നുമല്ല. അതിനപ്പുറം ഒരു പെണ്ണിനെ മനസ്സിലാക്കാനും ഏതവസ്ഥയിലും അവളുടെ കൈ പിടിച്ച് കൂടെ നിൽക്കാനും നമ്മുടെ കൂടെയുള്ള ആൾക്ക് കഴിയണം. അതാ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വേണ്ടത്. ഇനിയും വൈകിട്ടില്ല. ചെയ്തു പോയതിനൊക്കെ അവനോട് മാപ്പ് പറഞ്ഞ് സംസാരിച്ചാ അവൻ ക്ഷമിക്കും. അത്രയും നല്ല മനസ്സാവന്. ഇനി അതെല്ലാം നിന്റെ അമ്മ പറഞ്ഞ പോലെ അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ. പക്ഷേ അപ്പോഴും നീ ഓർത്തു വെച്ചോ, ഈ പറയുന്ന അമ്മ ഏട്ടനൊക്കെ നിന്നിൽ നിന്ന് കിട്ടുന്ന പണം തീരുമ്പോൾ തിരിഞ്ഞു പോലും നോക്കില്ല നിന്നെ. ഒരു പട്ടിയുടെ വരയില്ലാതെ തെരുവിൽ നിൽക്കേണ്ട ഗതിയായി തീരരുത് നിന്റെ ജീവിതം. അരുണിന് സമ്പത്തുകൊണ്ട് നമുക്കൊപ്പം അല്ലെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് നിന്നെക്കാളും നിന്റെ അമ്മയെക്കാളൊക്കെ എത്രയോ മുകളിലാവൻ. അത് നീ മറക്കണ്ട. പറഞ്ഞു നിർത്തിയതും ഒരു കിതപ്പോടായിരുന്നതി പുറത്തേക്ക് ഇറങ്ങി. നടന്നു നീങ്ങുന്ന മുത്തശ്ശിയെ നോയിക്കൊണ്ട് സൗഗന്ധി നിലത്തേക്ക് ഊർന്നിരുന്നു. കഴിഞ്ഞുപോയ തന്റെ ജീവിതമൊന്നാകെ ഓർത്തെടുക്കുമ്പോഴും വിതുമ്പിക്കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു അവൾ. തന്നിലെ ഏങ്ങലടികളൊന്ന് പതുങ്ങി വന്നതും മിഴികൾ അമർത്തി തുടച്ചെന്തോ മനസ്സിലുറപ്പിച്ച് ക്ലോക്കിലേക്ക് നോക്കി. ശേഷം വേഗം ഡ്രസ്സ് മാറി പേഴ്സ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവൾ പോകുന്ന ഒരു കൗതുകത്തോടെ നോക്കിയെന്ന് അരുന്ധതി. ഗ്രാൻമ, പുറകിൽ അശോകന്റെ ശബ്ദം കേട്ടതും അവരവന്റെ അടുത്തേക്ക് ചെന്നു. രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പോകുന്ന എന്തിനാണെന്ന് അറിയില്ല. എന്നാലും ഇതൊരു തിരിച്ചറിവാണെന്നാണ് ഞാൻ കരുതുന്നത്. തിരികെ വരുമ്പോൾ നല്ല പ്രതീക്ഷിക്കാം, അല്ലേ മോനെ? അശോകൊന്നും മറുപടി പറഞ്ഞില്ല. അവൾ പോകുന്ന ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അരുൺ വർക്ക് ചെയ്യുന്ന ഓഫീസിന് മുമ്പിലെത്തിയതും ഗേറ്റിനടുത്തുനിന്ന് ചുറ്റുമെന്ന് കണ്ണോടിച്ച സൗഗന്ധി. ഓഫീസിൽ നിന്നിറങ്ങുന്ന സമയമായിട്ടുണ്ട്. വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഗേറ്റ് കടന്നു വരുന്ന ഒരു കൂട്ടത്തിൽ അവനെ ഒന്നാകെ തിരഞ്ഞു. അല്പനേരം നോക്കിയെങ്കിലും അവനെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. ഇനിയൊന്ന് വന്നു കാണില്ലേ എന്ന് ചിന്തിച്ച് ഒരു നിരാശയോടെ മുന്നോട്ട് നോക്കിയതും ജൂയിയോട് സംസാരിച്ചു വരുന്നവനെ കാണെ അവളുടെ മിഴികൾ വിടർന്നു. ബൈക്ക് പാർക്ക് ചെയ്തിടത്തേക്ക് നടക്കുന്നവനെ നോക്കിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു. പാർക്കിങ്ങിൽ നിന്നും ബൈക്ക് എടുത്തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന സൗഗന്ധിയെ കാണെ അരുണിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. ആരിത്? കൊട്ടാരത്തിലെ കെട്ടിലമ്മയോ? ആളൊന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. അവന്റെ വാക്കുകൾ കേൾക്കെ ജൂഹി അവന്റെ കൈകളൊന്ന് പിച്ചിക്കൊണ്ട് അരുതെന്നർത്ഥത്തിൽ തലയാട്ടി. എന്താണ് ഇവിടെ? അത് ഞാൻ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒരുവിധ ഇടറിക്കൊണ്ട് ചോദിച്ചു അവൾ. ജീവനോടുണ്ടെങ്കിൽ കൊല്ലാനാണോടി? ആ തലതെറിച്ച സ്ത്രീവലം പറഞ്ഞിട്ടതാവല്ലേ? അല്ല, ഞാനായിട്ട് വന്നതാ. ഓ, എന്തിനാണാവോ? എനിക്കൊന്ന് സംസാരിക്കണം പറഞ്ഞുകൊണ്ട് പതിയെ ജൂഹിയുടെ മുഖത്തേക്ക് നോക്കി. അരുൺ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ അവിടെ ഉണ്ടാവും. നീ അവിടെ നിൽക്ക്. പോകാൻ ജൂഹിയുടെ കൈകൾ പിടിച്ച് അരുൺ തടഞ്ഞു നിർത്തി. ഒളിഞ്ഞു സംസാരിക്കാൻ മാത്രം ഇവൾക്കും എനിക്കിടയിൽ ഒന്നുമില്ല. പിന്നെ നിന്നെ നീ മാറിയിരിക്കുന്നത്? നിനക്ക് വല്ലതും പറയാനുണ്ടെ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞാണോ? അപ്പൊ തള്ളയും മകൾ പോലെ നാട് ഇറക്കി വരുന്നതാവും. സൗഗന്ധി ഒന്നും മിണ്ടിയില്ല. അവളുടെ മിഴികൾ അപ്പോഴേക്കും നിറഞ്ഞു വന്നിരുന്നു.
എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ. ഓ, അറിയാതെ എൻ്റെ അമ്മയുടെ തല പൊട്ടിച്ചു. അപ്പൊ അറിഞ്ഞോണ്ടാണെങ്കിൽ നീ കൊന്നേനല്ലോ അല്ലേ? നിനക്ക് പറയാനുള്ള കഴിഞ്ഞ് മാറിക്ക്. അത് ഞാൻ പ്രഗ്നന്റാ. ആൾ പറഞ്ഞു നിർത്തിയതും ഒരു പുച്ഛത്തോടെ ചിരിച്ചവൻ. ഇത് നിന്റെ തലയിൽ ഉദിച്ചോ അത് നിന്റെ അമ്മയുടെയോ? ഒരു പിടപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി സൗഗന്ധി. മനസ്സിലായടി, മുത്തശ്ശി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നായപ്പോ അമ്മയും മോളും കൂടെ ഒരുക്കി കൊണ്ടുവന്ന പുതിയ നാടകം അല്ലേ? ഇതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നിന്നെ നീ എന്റെ വീട്ടിലേക്കെന്നല്ല എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പോലും ഞാൻ കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇല്ലാത്ത കള്ളക്കഥയും കണ്ണീരും കാണിച്ച് അഭിനയിക്കണമെന്നില്ല. ജൂയ്, നീ കയറി, ഞാൻ ഹോസ്റ്റലിൽ ഇറക്കാം. ഇനി ഇവിടെ നിന്നാലേ ഇവളെ ചിലപ്പോ ഇപ്പൊ പ്രസവിക്കുന്നവരെ പറയും. അവന്റെ വാക്കുകളിലൊന്ന് വിതുമ്പിക്കൊണ്ട് നിറഞ്ഞു കളങ്ങിയ മിഴികളോടെ ചുരിദാറിന്റെ ഷോൾ കൊണ്ട് വാപ്പുത്തി കരഞ്ഞോടെ തിരിഞ്ഞടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.